ഹലോ എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളക്കിഴങ്ങ് ബോണ്ട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉരുളക്കിഴങ്ങ് വേവിച്ചത്, കറിവേപ്പില, കടലമാവ്, ഉപ്പ്, ബേക്കിംഗ് സോഡ, മുളക് പൊടി, കുറച്ച് അരിപ്പൊടി, ചിക്കൻ മസാല. കടലമാവ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വേണ്ടത്ര എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വളരെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വെള്ളം ആവശ്യത്തിനുള്ള ചേർത്ത് മിക്സ് ചെയ്യാം. കറക്റ്റ് വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും അതുപോലെ സവാളയും ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് ഫ്രൈ ചെയ്യാം. ഇതിലോട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാലയും കുറച്ച് ചേർത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ പച്ചമുളകും അതുപോലെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ആഡ് ചെയ്താൽ മതി. മസാല തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്കിത് പൊരിച്ചെടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തട്ടുകടയിൽ നിന്ന് ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുള്ള ചായയോടൊപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.